പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളോടൊരു കൊച്ചപേക്ഷയുണ്ട്. ഇന്നത്തെ ഈ ഓഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം. കാരണം എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ഒരു കൊച്ചു സംഭവമാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള വിശ്വപ്രസിദ്ധ ഫാഷൻ ഡിസൈനറും എഴുത്തുകാരിയുമാണ് ക്രിസിഡ റോഡ്രിഗസ്. തനിക്ക് ക്യാൻസറാണെന്ന് മനസ്സിലായ ശേഷം ഒരു വർഷത്തിനകം, അതായത് 2018 തൻ്റെ 40-ാം വയസ്സിൽ അവൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആരോഗ്യം ക്ഷയിച്ച് ശയ്യാവലംബിയായി മാറിയ അവരുടെ വിഖ്യാതമായ ചില വാക്കുകൾ മരിക്കുന്നതിന് മുമ്പായി സോഷ്യൽ മീഡിയയിൽ അവൾ പങ്കുവച്ച ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതാരെയും ഏറെ ചിന്തിപ്പിക്കുന്നവയാണ്. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന, ധ്യാനിക്കുന്ന ഈ നവംബർ മാസം നിങ്ങളിതൊന്ന് കേൾക്കണം. വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഈ വാക്കുകൾ ഒരു തിരിച്ചറിവിന് കാരണമായാലോ. മരണക്കിടക്കയിൽ വെച്ച് അവൾ പറഞ്ഞ ആ ഓരോ വാക്കും നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ തകിടം മറിക്കാൻ മാത്രം ശക്തമാണ്. അതിനാൽ തന്നെ ആ വലിയ തിരിച്ചറിവിൻ്റെ വിലപ്പെട്ട വചനങ്ങൾ നിങ്ങൾ ക്ഷമയോടെ തന്നെ കേൾക്കണം. അവൾ പറഞ്ഞ വാക്കുകൾ ഞാനിന്ന് മലയാളത്തിൽ നിങ്ങൾക്കായൊന്ന് ഷെയർ ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വിലയേറിയ ബ്രാൻഡഡ് കാർ എൻ്റെ ഗ്യാരേജിലുണ്ട്. എനിക്കവ കൊണ്ട് ഒരു ഉപകാരവുമില്ല. അവരുടെ യാത്ര ഇടുങ്ങിയ വീൽ ചെയറിലേക്ക് മാറിയിരുന്നല്ലോ. എൻ്റെ വീട്ടിൽ എല്ലാത്തരം ഡിസൈൻ വസ്ത്രങ്ങളുമുണ്ട്. ഇപ്പോൾ എനിക്കവയെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്നോ? അവരുടെ ശരീരം ആശുപത്രിക്കിണങ്ങിയ വില കുറഞ്ഞ വസ്ത്രത്തിൽ പൊതിഞ്ഞിരിക്കുകയാണല്ലോ. വീണ്ടും അവൾ പറയുന്നുണ്ട്, ഐ ഹാവ് എ മണി ഇൻ മൈ അക്കൗണ്ട് ദാറ്റ് കനോട്ട് ഡു എനിത്തിങ് ഫോർ മീ. ബാങ്കിൽ ആവശ്യത്തിന് പണമുണ്ട്, എന്നാൽ ആ പണം ഇപ്പോൾ എനിക്ക് പ്രയോജനപ്പെടുന്നില്ല. എൻ്റെ വീട് സകല സൗകര്യങ്ങളുമുള്ളതാണ്. എങ്കിലും ഞാനിതാ കിടക്കുന്നത് കണ്ടോ, ആശുപത്രിയിലെ ഇരട്ട വലിപ്പത്തിലുള്ള ഈ കട്ടിലിൽ. എപ്പോൾ വേണമെങ്കിലും യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന എൻ്റെ വിമാനം എനിക്കിപ്പോൾ ഉപകാരരഹിതമാണ്. നിങ്ങളുടെ ശിരസിന് മുകളിൽ ഒരു മേൽക്കൂരയുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള സാധന സാമഗ്രികൾ എത്ര മുന്തിയതെന്ന് എന്തിനാകുലപ്പെടുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹിക്കുക എന്നതാണ്. ആസ്വാദ്യതയോടെ സ്നേഹിക്കുക. ഒപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി അവൾ പങ്കുവെക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാത്തരം ഡിസൈൻ വസ്ത്രങ്ങളും ചെരുപ്പുകളും വിലയേറിയ വസ്തുക്കളും നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ആശുപത്രി നൽകിയ ചെറിയ ഷീറ്റിൽ എൻ്റെ ശരീരം ദാ പൊതിഞ്ഞിരിക്കുന്നു. ബാങ്കിൽ ആവശ്യത്തിന് പണമുണ്ട്, എന്നാൽ ആ പണം ഇപ്പോൾ എനിക്ക് പ്രയോജനപ്പെടുന്നില്ല. എൻ്റെ വീട് ഒരു കൊട്ടാരം പോലെയാണെങ്കിലും ഞാൻ ആശുപത്രിയിലെ ഇരട്ട വലുപ്പത്തിലുള്ള കട്ടിലിൽ ദാ കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞാനൊരു 5 നക്ഷത്ര ഹോട്ടലിൽ നിന്ന് മറ്റൊരു 5 നക്ഷത്ര ഹോട്ടലിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനൊരു ലാബിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആശുപത്രിയിൽ സമയം ചെലവഴിക്കുന്നു. ഞാൻ 100 കണക്കിന് ആളുകൾക്ക് ഓട്ടോഗ്രാഫുകൾ നൽകി. ഇന്ന് ഡോക്ടറുടെ കുറിപ്പ് എൻ്റെ ഓട്ടോഗ്രാഫാണ്. എൻ്റെ മുടി അലങ്കരിക്കാൻ എനിക്ക് 7 ബ്യൂട്ടീഷ്യൻസ് ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ തലയിൽ ഒരു മുടി പോലുമില്ല. ഒരു സ്വകാര്യ ജെറ്റിൽ എനിക്ക് ആവശ്യമുള്ളിടത്ത് പറക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഞാൻ ആശുപത്രിയുടെ വരാന്തയിലേക്ക് പോകാൻ 2 പേരുടെ സഹായം സ്വീകരിക്കണം. ധാരാളം ഭക്ഷണങ്ങളുണ്ടെങ്കിലും എൻ്റെ ഭക്ഷണക്രമം ഒരു ദിവസം 2 ഗുളികകളും രാത്രിയിൽ കുറച്ചു തുള്ളി ഉപ്പുവെള്ളവുമാണ്. ഈ വീട്, ഈ കാറ്, ഈ ജെറ്റ്, ഈ ഫർണിച്ചർ, നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ, വളരെയധികം അന്തസ്സും പ്രശസ്തിയും, ഇവയൊന്നും എനിക്കൊരു പ്രയോജനവുമില്ല. ഇവയൊന്നും എനിക്കല്പം ആശ്വാസം നൽകാൻ കഴിയില്ല. ആശ്വാസം നൽകുന്നത് കുറേ ആളുകളുടെ മുഖങ്ങളും അവരുടെ സ്പർശനവും. മരണത്തേക്കാൾ സത്യമൊന്നുമില്ല. ജീവിതം ഒന്നേയുള്ളൂ. ഒരിക്കൽ മാത്രം അതിജീവിക്കുക ഓരോ നിമിഷവും.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൾ തൻ്റെ അവസാന വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് തരുന്ന പാഠമെന്താണ്? സ്വന്തം ഉപയോഗത്തിനായി കൂട്ടിവെക്കാതെ പങ്കുവെക്കുക. നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ജീവിതം ഇത്തിരിയേ ഉള്ളൂ. വാശിയും വൈരാഗ്യവും വെറുപ്പുമൊക്കെ വിട്ടുപേക്ഷിച്ച് നമുക്ക് സ്നേഹിക്കാം. ഈശോ ആഗ്രഹിക്കുന്നതും ഈശോ പഠിപ്പിച്ചതും അതുമാത്രമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ മെസ്സേജ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒത്തിരി പേർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണ്ട. നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ ഒരാൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആർക്കെങ്കിലും നിങ്ങളുടെ ഈ ഒരൊറ്റ ഷെയർ കൊണ്ട് ആർക്കെങ്കിലും ഇതൊരു തിരിച്ചറിവിന് കാരണമായാലോ? പരസ്പരം നാളുകളൊക്കെയായി പിണങ്ങിയിരിക്കുന്നവർക്ക് ഒന്ന് സ്നേഹിക്കാൻ തോന്നിയാലോ? മറക്കണ്ട, ജീവിതം ഒന്നേയുള്ളൂ. അത് നമുക്ക് പരസ്പരം സ്നേഹിച്ച് ആസ്വദിച്ച് സന്തോഷിച്ചങ്ങ് ജീവിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.